ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ആഴ്ച OTT റിലീസ് എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളെ കുറിച്ചൊക്കെയാണ് വീഡിയോ. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജൂലൈ അവസാന വാരം കൈനിറയെ ചിത്രങ്ങളാണ് OTT സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളായിട്ട് കാത്തിരുന്ന പല സിനിമകളടക്കം ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചിത്രങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. ഈ ആഴ്ചത്തെ ആദ്യത്തെ OTT റിലീസ് നോക്കിയാണെങ്കിൽ കോൺസിറ്റി എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ്. അർജുൻ ദാസും അന്നാബെന്നും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നല്ലോ കോൺസിറ്റി എന്ന് പറയുന്ന സിനിമ. തിയേറ്ററിൽ വലിയ വിജയമൊന്നും നേടാൻ സാധിക്കാത്ത ചിത്രം ഒരു ക്രൈം കോമഡി ത്രില്ലർ ചിത്രമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഹാരിഷ് ദുരൈരാജ് സംവിധാനം ചെയ്ത ചിത്രം ജൂൺ മാസം 26-നാണ് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തമിഴിലും മലയാളത്തിലുമായിട്ട് നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ട്രിപ്പിൾ ഡെക്കർ എന്ന് പറയുന്ന സിനിമ. മനോരമ മാക്സ് വഴി ഈ സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ സിനിമയെ സവിശേഷമാക്കുന്ന ഇതിന്റെ ബഡ്ജറ്റ് തന്നെയാണ്. വെറും 10,000 രൂപ ബഡ്ജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കൃഷ്ണനുണ്ണി മംഗലത്താണ് ചിത്രം സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം OTT പ്ലാറ്റ്ഫോമിൽ മികച്ച അഭിപ്രായങ്ങൾ നേടുമെന്ന് കണ്ടുതന്നെയറിയാം. അതോടൊപ്പം തന്നെ ഈ ആഴ്ച OTT റിലീസ് എത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാൽ ഗവർണർ എന്ന് പറയുന്ന സിനിമയാണ്. ചിന്മയ് മണ്ടേക്കർ സംവിധാനം ചെയ്ത ചിത്രം ജൂൺ മാസം തിയേറ്ററിലോട്ട് എത്തിയെങ്കിലും പരാജയമായിരുന്നു. 1990-കളിലെ സാമ്പത്തിക പ്രതിസന്ധി ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം മനോജ് വാജ്പേയി റിസർവ് ബാങ്ക് ഗവർണറുടെ വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചത്തെ ഒരു സർപ്രൈസ് ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമെത്തിയ സീക്രട്ട് ഓഫ് കരിങ്ക എന്ന് പറയുന്ന സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്ത ചിത്രമായിരുന്നു. കോമഡി കൂടി ഉൾപ്പെടുത്തിയ ചിത്രം സംവിധാനം ചെയ്ത് നവാഗതനായ സനീഷ് ഉണ്ണികൃഷ്ണനായിരുന്നു. പുരാതന കരിങ്ക രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളുള്ള ഒരു കോളേജ് ക്യാമ്പസിനെ ചുറ്റിപ്പറ്റിയാണ് ചിത്രം കഥ പറയുന്നത്. ഇപ്പോഴത്തെ സൺ നെക്സ്റ്റ് ഈ ഒരു സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ആഴ്ചത്തെ സർപ്രൈസ് OTT റിലീസ് എന്ന് നോക്കിയാൽ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയുന്ന ചിത്രമാണ്. ട്രാവിസ് നൈറ്റ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നിക്കോളസ് ഗറസ്റ്റീൻ ഹീമാൻ ആകുന്നുണ്ടായിരുന്നു. ഹീമാന്റെ കഥ പറയുന്ന ചിത്രം എന്തൊക്കെയാണ് വലിയ വിജയമാകുന്നു പ്രതീക്ഷിച്ച് തിയേറ്ററിലോട്ട് എത്തിയെങ്കിലും വൻ പരാജയമായിട്ട് മാറുകയായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പം പരാജയമായിട്ട് മാറിയതിനു ശേഷം ഇപ്പോഴത്തെ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷയോടെ എത്തി ഈ ഒരു വർഷത്തെ പരാജയം ഏറ്റുവാങ്ങിയ മറ്റൊരു ചിത്രമാണ് നാഗബന്ധം എന്ന് പറയുന്ന സിനിമ. പാനിന്ത്യൻ പുരാണ സാഹസിക ചിത്രം എന്ന് വേണമെങ്കിൽ നാഗബന്ധത്തെ വിശേഷിപ്പിക്കാം. അഭിഷേക് നാമ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിരാട് കർണ, നഫ നദീഷ്, ജഗപതി ബാബു, മഹേഷ് മഞ്ചേക്കർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം തെലുങ്കാണ് ഒറിജിനൽ ലാംഗ്വേജെങ്കിലും പാൻ ഇന്ത്യ റിലീസായിട്ടെത്തി ചിത്രം ബോക്സ് ഓഫീസ് പരാജയമായിട്ട് മാറി. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഈ സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിഖ്യാത സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗിന്റെ സയൻസ് ഫിക്ഷൻ ചിത്രം ഡിസ്ക്ലോസർ ഡേ എന്ന് പറയുന്ന ചിത്രം ഇപ്പോഴത്തെ ആപ്പിൾ TV വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം മലയാളികൾ ഏറെ കാര്യങ്ങളായിട്ട് കാത്തിരുന്ന 2 വമ്പൻ ചിത്രങ്ങളാണ് ഈ ആഴ്ച OTT റിലീസ് എത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രം ഈ ഒരു വർഷം ആദ്യം തിയേറ്ററിലോട്ടെത്തിയ റഹ്മാൻ ബാബുവിനെ കൂട്ടുകെട്ടിൽ എന്ന് വെച്ചാൽ അനോമി എന്ന് പറയുന്ന സിനിമയാണ്. റിയാസ് മാരാത്ത് സംവിധാനം ചെയ്ത ചിത്രം ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു. മരണത്തെയും മനുഷ്യന്റെ മനസാക്ഷിയെയും കുറിച്ചുള്ള ദാർശനികവും ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന ചിത്രം ഒരു പരീക്ഷണ ചിത്രമായിരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥയായിട്ടുള്ള സാറ ഫിലിപ്പ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ബാബുനെയും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മുഹമ്മദ് ജിബ്രീൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് റഹ്മാനും എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു വർഷത്തെ വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ചിത്രമാണല്ലോ ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമെത്തിയ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ. ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഹിറ്റ് സിനിമകൾ അണിയിച്ചിരിക്കുന്ന ഡിജോ സാന്റണി സംവിധാനം ചെയ്ത ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറുകയായിരുന്നു. ഒരു ആക്ഷൻ പീരിയഡ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായങ്ങളാണ് തിയേറ്ററിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത്. കയാദു ലോഹർ നായികയായിട്ട് എത്തുന്ന ചിത്രത്തിൽ വിജയരാഘവൻ, സിദ്ദിഖ്, സുധീർ കരമന, ബാബുരാജ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയപ്പോൾ പൃഥ്വിരാജിന്റെ കമിയ റോളും ചിത്രത്തിന് പ്രതീക്ഷയെങ്കിലും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ഇപ്പോഴത്തെ സോണി ലൈവ് ഈ സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ചിത്രം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സോണി ലൈവ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം കഴിഞ്ഞ മാസം തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നല്ലോ ഇന്ദ്രൻസ്, മധുബാല തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിന്ന ആസ എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 28-ന് ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം ജൂൺ മാസത്തെ ഒരേ ഒരു ഹിറ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ചിദംബരം അണിയിച്ചിരിക്കുക ബാലൻ ദി ബോയ് എന്ന് പറയുന്ന സിനിമ OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. C5 OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രത്തിൽ ടൊവിനോ തോമസും കേന്ദ്ര കഥാപാത്രം എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ വരുന്ന ജൂലൈ മാസം 31-ാം തീയതി ഈ സിനിമ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഈ ആഴ്ച സർപ്രൈസ് ആയിട്ട് OTT റിലീസിന് എത്തിയിരിക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.